കേരള വിഷൻ ന്യൂസ് മലപ്പുറം. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോടിൽ ലഹരിക്ക് അടിമയായ ഭർത്താവ് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി നസ്ജയും മകളുമാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. ഭർത്താവ് നൌഷാദ് ലഹരിക്ക് അടിമയാണെന്നും നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളെന്നും നാട്ടുകാർ പറഞ്ഞു. ഞാൻ മോളെയും കൊണ്ട് മോക്ക് തേനീച്ച കുത്തിയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു, കോളേജിലായിരുന്നു, ഐസിയുലൊക്കെ കടന്നും കണ്ട് 4 ദിവസമായി. ഡിസ്ചാർജ് ചെയ്ത് കണ്ട് പുരേക്ക് പോയതായിരുന്നു. പുരേ പോയി കണ്ടിട്ട് മാപ്പിള വന്നും കണ്ട് തുടങ്ങിക്ക് കച്ചറ. അത് കഴിഞ്ഞ് കണ്ടിട്ട് നല്ലോണം എന്നെ മർദ്ദിച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് തന്നെ മർദ്ദിച്ചതാ. കൊടുവാളും കൊണ്ട് എൻ്റെ വൈത്താരോട് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മോളെയും കൊണ്ട് ആ വണ്ടീൻ്റെ മുന്നിൽ ചാടാൻ വേണ്ടിയിട്ട് പോയതാ. അങ്ങനെ കുറച്ച് നാട്ടുകാർ കണ്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോയതാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞന്നേ ഉണ്ട്, അന്നൊക്കെ ക്ഷമിച്ച് നിന്നും കണ്ടിട്ട് നന്നായി കഴിക്കുകയായിരിച്ച്. ഇപ്പോൾ നല്ലോണം അടിക്കലല്ല കത്തി അരിയത്ത് വെച്ച് കടക്കല കുത്തൊന്നും പറഞ്ഞു കണ്ടിട്ട്. നല്ലോണം മദ്യപിക്കും, വേറെ എന്തെങ്കിലും ലഹരിയൊക്കെ ഉപയോഗിക്കണ്ട, ചുണ്ടിൻ്റെ അടിയിലൊക്കെ വെക്കലുണ്ട്, എന്തോ ഒരു പാക്കറ്റൊക്കെ കാണുന്നുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചെയ്തിട്ടുണ്ട്. അഭിന, എന്തൊക്കെ കാര്യങ്ങളാണ് പരാതിയിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും അതിര, ഈ ഒരു യുവതിയുടെ വീട്ടമ്മയുടെ ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഏറ്റവും ഭയാനകമായതും അതുപോലെ തന്നെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വീട്ടമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ലഹരിക്കടിമയായ ഭർത്താവിനോടൊപ്പം കഴിയുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ രീതിയിൽ ഭയാനകവും അതുപോലെ തന്നെ വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, താമരശ്ശേരിയിൽ നിന്നും നിരന്തരം വരുന്ന കഴിഞ്ഞ ഈ ഒരു വർഷം തുടങ്ങിയത് മുതൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാർത്തയും അത് തന്നെയായിരുന്നു. നിരന്തരം ഈ ലഹരിക്കടിമപ്പെട്ട ഭാര്യയും അതുപോലെ തന്നെ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവങ്ങളടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ അതും താമരശ്ശേരിക്ക് അടുത്ത് തന്നെയായിരുന്നു എന്നുള്ളതും വളരെ ഞെട്ടിക്കുന്നതും അതുപോലെ തന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരാളോടൊപ്പം വീട്ടിൽ കഴിയുക എന്നുള്ളത് അതും വലിയ സങ്കടകരവും അതുപോലെ തന്നെ വലിയ ആശങ്കയുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നസ്ജ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിരന്തരം ഈ വിവാഹം കഴിഞ്ഞതു മുതൽ ഈ കാലം വരെയുള്ള അളവിൽ തന്നെ വലിയ രീതിയിലുള്ള ശാരീരികമായുള്ള ഉപദ്രവവും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഭർത്താവ് നൌഷാദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഈ നസ്ജയ്ക്ക് നേരെ ഉണ്ടാകുന്നത്. പിന്നീട് ഈ 10 മണി മുതൽ ആരംഭിച്ച ഈ ഒരു ആക്രമണം പിന്നീട് പുലർച്ചെ 2 മണി വരെ തുടർന്നു എന്നുള്ളതാണ് നസ്ജ പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ വീട്ടമ്മയെ മർദ്ദിക്കുന്നത് കണ്ട മകൾ, 8 വയസ്സുകാരി മകൾ ഇത് തടയാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ ഈ മകൾക്ക് തന്നെ പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ വീട്ടിലുണ്ടായിരുന്നത്, ഈ സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് നസ്ജയുടെ 8 വയസ്സുള്ള മോളും അതോടൊപ്പം തന്നെ നൌഷാദ് ഭർത്താവിന്റെ മാതാവുമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. മാതാവിന് കാര്യമായ പരിക്കുകൾ അല്ലെങ്കിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. തുടർന്ന് ഇത്തരത്തിൽ ഈ ഭാര്യക്കെതിരെ ഉണ്ടായ ഈ ഒരു ആക്രമണത്തെ തുടർന്ന് ഈ വീട്ടമ്മ തന്നെ സ്വയം ജീവനൊടുക്കാനുള്ള ശ്രമത്തിനൊടുവിൽ നാട്ടുകാർ കാണുകയും പിന്നീട് നാട്ടുകാരാണ് ഈ തലയ്ക്കും അതുപോലെ തന്നെ ദേഹത്തും കാര്യമായി പരിക്കേറ്റ നസ്ജയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഇയാൾ പലതവണയായി ഇത്തരത്തിൽ കൊലപ്പെടുത്തുമെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തും അതോടൊപ്പം തന്നെ ഒരു പുതുതായി ഒരു വാക്കത്തി വാങ്ങി വീട്ടിൽ വെക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ഏതായാലും നസ്ജയുടെ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ്. ഇയാളെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഇയാൾ പരിസര പ്രദേശത്തൊന്നും ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. ഏതായാലും നാട്ടുകാർ ഉൾപ്പെടെ ഈ ഒരു സംഭവത്തിൽ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം, അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് താമരശ്ശേരിയിലുള്ള നാട്ടുകാരടക്കം പറയുന്ന ഒരു കാര്യം. ഏതായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ പിടികൂടാനുള്ള എല്ലാ നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നസ്ജയും മകളെയും ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആതിര. ശരി അപ്പിന, കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോടിൽ ലഹരിക്ക് അടിമയായ ഭർത്താവ് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി നസ്ജയും മകളുമാണ് ക്രൂരമർദ്ദനത്തിനിരയായത്. ഭർത്താവ് നൌഷാദ് ലഹരിക്ക് അടിമയാണെന്നും നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളെന്നും നാട്ടുകാർ പറഞ്ഞു.
ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന്. അതിർത്തിയിലെ സാഹചര്യം എന്തെന്ന് ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിലയിരുത്തും. സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കുന്ന ക്യാബിനറ്റ് സമിതിയും ഇന്ന് യോഗം ചേരും. പഹൽഗാം ഭീകരാക്രമണം നടന്ന ശേഷം ഈ സമിതി മൂന്നാമത്തെ തവണയാണ് യോഗം ചേരുന്നത്.